ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നല്ലൊരു മഴച്ചോർച്ചയൊക്കെ ഉണ്ട്. നന്നായിട്ട് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ചോർച്ച കണ്ടപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങയൊക്കെ പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറിക്കുകയാണ് കേട്ടോ. അല്ലെ മഴ ആയാൽ ഇനിയിപ്പോൾ എല്ലാം തന്നെ വീണ് പോകും. അപ്പോൾ അതിന് മുമ്പ് തന്നെ വേഗം പറിച്ച് ഉപ്പും സുർക്കയൊക്കെ ആക്കി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നും പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാവുന്നതല്ല, 1-2 പ്രാവശ്യം 1-2 ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രാവശ്യമാണ് കേട്ടോ നന്നായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഉപ്പ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2 സൈസ് നാരങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യം മഴയുള്ള ദിവസം തന്നെയാണ്. ഇന്ന് റെഡ് അലർട്ട് തന്നെയാണ് കേട്ടോ വയനാട്ടിൽ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മഴച്ചോർച്ച കണ്ടപ്പോൾ മുറ്റമൊക്കെ ഒന്ന് ക്ലീനാക്കി വേണ്ടി ഇറങ്ങിയതാണ്. കുറച്ച് ചീര ഉണ്ടായിരുന്നു. അപ്പോൾ താളിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് എന്തെന്നെ ആയാലും രേഖപ്പെടുത്താൻ മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ ചീരയൊക്കെ പൂ വന്നിട്ടുണ്ട്. എന്നാലും നല്ല തളിര് ഇലകൾ മാത്രം നോക്കിയൊന്ന് നുള്ളിയെടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് മുറ്റൊന്നും അടിക്കുക. മുറ്റൊന്നും ഈ മഴയത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയാവുകയല്ല. കണ്ടോ, ചപ്പൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. റോസൊക്കെ ഒന്ന് കൊമ്പൊക്കെ ഒന്ന് വെട്ടി എടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മഴ ഇല്ലാത്ത സമയത്ത് ഈ പരിപാടിയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വേഗം അതങ്ങ് ചെയ്തു. ഷാഫ്ക ടൗണിലേക്ക് പോകുന്നതാണ്. മക്കളാരോ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അറിയില്ല അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് ഫിതമോൾ അകൊക്കെ അടിച്ച് വാരി തുടക്കുന്നുണ്ട്. ആ സമയം ഞാൻ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ആക്കുകയാണ്. ഇപ്പോൾ ഷാഫ്ക ഒന്ന് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങും. അപ്പോൾ എന്തായാലും ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത്യാവശ്യം വൃത്തിയേടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സുർക്കയും ഞാൻ ഇൻഷാ അല്ലാ ഞാൻ എന്തെല്ലാം ലിക്വിഡ് ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ട് സ്പ്രേ ചെയ്താൽ തുടക്കുന്ന ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്നുള്ളത് ഞാൻ കാണിക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ പോവും. നല്ല ക്ലീനായി കിട്ടുകയും ചെയ്തിട്ട്. നല്ല കോട്ടൻ്റെ തുണി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ച് ക്ലീനാക്കിയിട്ട് പിന്നെ ഉണങ്ങിയ തുണി വെച്ചൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന സംഭവങ്ങളൊക്കെ തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഐസ് ക്യൂബിൻ്റെയും ഐസ്ക്രീമിൻ്റെയും ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ റെസ്റ്റിലാണല്ലോ. അപ്പോൾ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ താഴെ നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ട്. എങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയാക്കുകയാണെങ്കിലും വൃത്തികേടാവും കേട്ടോ. നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും വേഗം തന്നെ അതങ്ങ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ ഫിതമോൾ അടിക്കലും തുടക്കലും ഒക്കെ വേഗം തീർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓൾ ചൂലൊക്കെ കഴുകി വെച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുന്നത്. ഷാഫ്ക സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിലക്കടലയാണ് കേട്ടോ. ഞാൻ ഡയറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെറിയ തോതിലൊരു ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാ ഞാനതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഡയറ്റിൻ്റെ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇൻഷാ അല്ലാ പറ്റുകയാണെങ്കിൽ ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ഡേ 1 ഡേ 2 ആയിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 15 കിലോൻ്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ട് വെയിറ്റ്. അപ്പോൾ ഇതെങ്ങനെ എൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ചാനലിലല്ല മറ്റേ ചാനലിൽ. ഇൻഷാ അല്ലാ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ മാത്രം. അപ്പോൾ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഓരോന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ പേന വാങ്ങിയിട്ടുണ്ട്. ഷാഫ്ക അങ്ങനെ ഒരാഴ്ച നോട്ട് വാങ്ങും, ഒരാഴ്ച പേന വാങ്ങും. അങ്ങനെ വാങ്ങല കേട്ടോ. ഒന്നായിട്ട് വാങ്ങാറില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാ സാധനങ്ങളും ആവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇതാ പേന വാങ്ങിയിട്ടുണ്ട്. ഇത് ഒന്നിന് 10 രൂപയാണ്. 100 രൂപയ്ക്ക് 10 പേന വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല പേനയാണ്. ഇത് തന്നെയാണ് സ്ഥിരമായി വാങ്ങൽ.
പിന്നെ അതുപോലെ തന്നെ പെൻസിലും വാങ്ങിയിട്ടുണ്ട്. പെൻസിലിൻ്റെ കൂടെ ഒരു റബ്ബറും അതുപോലെ ഒരു കട്ടറും കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത പെൻസിലാണ്. പെൻസിൽ കണ്ടപ്പോൾ ഷബാസിന് അത് എന്ത് കളറാണ് എങ്ങനെയാണ് എന്നൊക്കെ കാണണം. അപ്പോൾ പിന്നെ എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് അതൊന്ന് തുറന്ന് നോക്കിയതോ അതിൽ എത്ര ഉണ്ട് എന്നൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ 10 എണ്ണമാണ് കാണുന്നത് കേട്ടോ. 10 പെൻസിലുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം ക്വാളിറ്റിയുള്ള പെൻസിലാണ് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇനി ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കണം. മല്ലിച്ചപ്പ് ഇവിടെ സ്ഥിരമാണ് കേട്ടോ ഇവിടെ, അതുകൊണ്ട് എപ്പോഴും ഈ ഒരു മല്ലിച്ചപ്പ് വേണം. കറിവേപ്പില ഇല്ലെങ്കിലും മല്ലിച്ചപ്പ് നിർബന്ധം കേട്ടോ. തക്കാളി വരട്ടുന്നതിൽ വരെ ഇടും. അതുപോലെ ഇത് മധുരക്കിഴങ്ങാണ്, ഞാൻ കഴിക്കുന്നതാണ് കേട്ടോ. ചോറൊക്കെ കുറച്ചിട്ട് മധുരക്കിഴങ്ങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. തക്കാളീൻ്റെ ആ ഞെട്ട് വരുന്ന ഭാഗമൊക്കെ താഴേക്ക് ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കധികം കേടാവാതെ നിൽക്കും. ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ ഉണ്ടായ ചെറിയ തക്കാളിയാണ്, അതുകൂടെ അതിലിട്ടിട്ടുണ്ട്. പിന്നെ പഴയ പച്ചമുളകൊക്കെ ഞാൻ ഇതേപോലെ ഒന്ന് കൊട്ടിയിട്ട് മാറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഡപ്പ തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന പച്ചമുളക് ഇട്ടിട്ട് പിന്നെ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാറാണ് പതിവെന്ന്. നമുക്ക് ഈ ഒരു പച്ചമുളക് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് എന്താക്കാം, നമ്മൾ പുതിയ പച്ചമുളക് എടുത്താൽ മതിയല്ലോ. ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ നമുക്ക് വേഗം പഴയ പച്ചമുളക് എടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. പിന്നെ വെളുത്തുള്ളിയൊക്കെ തൊലിക്കാൻ വേണ്ടി പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇതേപോലെ ഫ്രിഡ്ജിൽ ഇങ്ങനെ തുറന്ന് വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് നമുക്ക് വെളുത്തുള്ളി തൊലിക്കാൻ വേണ്ടി പറ്റും. പിന്നെ മല്ലിയിലയാണ്. മല്ലിയില ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഇവിടെ സ്ഥിരമായിട്ട് വേണ്ടൊരു സംഭവമാണ് കേട്ടോ മല്ലിയില. അപ്പോൾ ഇത് ഒന്നുമില്ലെങ്കിലും മല്ലി വാട്ടി ചമ്മന്തിയെങ്കിലും അരക്കും കേട്ടോ. അപ്പോൾ ഈ മല്ലിയില ആദ്യം കൊണ്ടുവന്നത് താഴെ വെച്ചിട്ട് പിന്നെ ആദ്യം കൊണ്ടുവന്ന് മുകളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം കേടുകൂടാതിരിക്കും കേട്ടോ മല്ലിയില. പിന്നെ ഞാൻ ഈ ഒരു ഡപ്പേൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു എൻ്റെ വീഡിയോസിൽ പോയി ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. 1 കിലോൻ്റെ 1/2 കിലോൻ്റെ 1/4 കിലോൻ്റെ ഒക്കെ ആണ് കേട്ടോ ഈ ഡപ്പ. 1 കിലോ 3/4 കിലോ 1/2 കിലോ 1/4 കിലോ അങ്ങനെ വരുന്നതാണ് കേട്ടോ ഈ ഡപ്പ. നല്ല ഉപകാരമാണ്. അതുപോലെ അതിൻ്റെ കൂടെ എല്ലാ ഡപ്പയ്ക്കും ഇതേപോലെ ഒരു സ്പൂണും വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വൈകുന്നേരം റസ്ക് ചായ ഒക്കെയാണ് കേട്ടോ. ഇപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി രാത്രിത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഗോതമ്പ് നുറുക്ക് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഈ ഒരു ഉപ്പുമാവും കട്ടൻ ചായയും പഴവും കേട്ടോ. അപ്പോൾ ഇത് ഗോതമ്പ് നുറുക്കാണ്, ചെറിയ ഗോതമ്പ് നുറുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താക്കാം, നന്നായിട്ടൊന്ന് അങ്ങ് വറുത്തെടുക്കാം. ഒരുപാട് നേരം ഒന്നും വറുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇന്ന് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരൊറ്റൊരു വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഇഞ്ചി, ക്യാരറ്റ്, ചെറിയുള്ളിയാണ് കേട്ടോ. അത് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ്. സവോള ആണെങ്കിൽ കുഴപ്പമില്ല, ചെറിയുള്ളി ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച്, ഒരുപാട് എരിവ് ഇടാത്തിയാണ് നല്ലത്. പെട്ടെന്ന് എരിവ് ഉപ്പൊക്കെ പിടിക്കും കേട്ടോ ഈ ഒരു ഉപ്പുമാവിൽ. അതുകൊണ്ട് അത് കുറക്കുന്നതാണ് നല്ലത് കേട്ടോ. ഉപ്പ് ഒരുപാട് ഇടരുത്. അപ്പം നമ്മളിതാ അതൊന്നും വഴന്ന് കിട്ടിയാൽ മാത്രം മതി, മൂത്ത് വരരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. ഒന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് എന്താക്കാം, വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാടാവരുത്. വെള്ളത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാൻ നിൽക്കരുത്. പെട്ടെന്ന് ഉപ്പ് എരിവൊക്കെ പിടിക്കും കേട്ടോ ഈ ഒരു ഗോതമ്പ് നുറുക്കിൽ. കാരണം ഇത് ചെറിയ ബെൻസി റവ അല്ലേ, അതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പിടിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഒരു ഗോതമ്പ് നുറുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കെട്ടാതെ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് റവ പോലെ അല്ല കേട്ടോ, നമുക്ക് അത് പെട്ടെന്ന് കട്ട കിട്ടുകയൊന്നുമില്ല. പിന്നെ കുറച്ചൊരു വേവും ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നമുക്ക് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. റവ പിന്നെ അപ്പോൾ തന്നെ നമുക്ക് വേവുമല്ലോ, അതുപോലെയല്ല, കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. നന്നായിട്ട് തിളക്കുമ്പോൾ ഇങ്ങനെ തെറിക്കും കേട്ടോ. ആ ഒരു സമയത്ത് ഇതേപോലെ അടച്ച് വെച്ചിട്ട് ഒന്ന് ഇടയ്ക്ക് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. വീണ്ടും നമുക്ക് അടച്ച് വെക്കാം. അങ്ങനെ നമുക്ക് ഇതേപോലെ ഒന്നങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കണ്ടോ,
അപ്പോൾ ഇത് തയ്യാറാക്കാത്തവർ തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, രാത്രി കഴിക്കാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ അതുപോലെ വൈകുന്നേരങ്ങളിലും രാത്രിയും എപ്പോഴാണെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ റോബസ്റ്റ് പഴം വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയ വീഡിയോ എടുക്കലാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.